ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പല സ്ഥലങ്ങളിൽ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്, കപ്പ ബിരിയാണി. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കപ്പ ബിരിയാണി എന്ന് പറയും, ചിലയിടത്ത് ഇതിനെ ഏഷ്യയുടെ എല്ലും കപ്പയും അങ്ങനെ പല പേരുകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഏത് പേരാണ് പറയുന്നതെന്നുള്ളത് ഇവിടെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മളിതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് കുക്ക് ചെയ്യുന്നത് ആക്ച്വലി എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, നമ്മുടെ ചുമന്നുള്ളി, പിന്നെ മല്ലിയില, കറിവേപ്പില, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി. അപ്പോൾ നമ്മുടെ 2 കിലോ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇതിലാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ ബീഫ് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിനെ എടുത്ത് ഇനി നമുക്കിതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ കുക്കറിലോട്ട് കുറച്ച് മല്ലിയില, പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല, ലേശം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് ചെറിയ ഉള്ളി, ഇതൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം കൂടി ഇട്ടു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഹാഫ് ലെമണെ ഒന്ന് സ്ക്യൂസ് ചെയ്ത് അതും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി നമുക്കിതിനെ അടച്ചു വെച്ച് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. അതവിടെ വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് വേറൊരു കുക്കർ വെക്കാം. അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ഇച്ചിരി കടുകും ഇച്ചിരി ജീരകവും കൂടെ നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. ജീരകം കൂടെ ഇടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കൊച്ചുള്ളി കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നല്ലോണം അങ്ങ് വഴണ്ട് വരട്ടെ. നല്ലോണം വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ അകത്തിലോട്ട് ഒരു 2 തക്കാളി അരിഞ്ഞ് അതും കൂടി ഇടാവേ. അതും കൂടെ അവിടെ കിടന്ന് നല്ലോണം സെറ്റാവട്ടെ. അപ്പോൾ അത് സെറ്റായി വരുമ്പോഴത്തേക്കിന് വേണം ഇനി നമുക്ക് അടുത്ത പരിപാടി ചെയ്യാൻ. അപ്പോൾ നല്ലോണം അത് വെന്ത് വരുന്നുണ്ട്. നല്ലോണം വെന്ത് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ പൊടികളൊക്കെ ഇട്ടു. അപ്പോൾ നമുക്ക് ഇനി പൊടികളൊക്കെ ഇട്ടാലോ. ഇവിടെ ഞങ്ങൾ ഇടുന്ന പൊടികളെന്ന് വെച്ചാൽ കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് അതിലോട്ട് നമ്മൾ കുരുമുളക് പൊടി ഇടുന്നുണ്ട്, ഗരം മസാല ഇടുന്നുണ്ട്, പിന്നെ മല്ലിപ്പൊടി ഇടുന്നുണ്ട്, അതുപോലെ തന്നെ മീറ്റ് മസാല ഇടുന്നുണ്ട്, കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. അപ്പോൾ അത്രയും നമ്മളിട്ടു. നല്ലോണം ഇതിനെ അങ്ങ് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അത് നല്ലോണം കിടന്ന് മൂക്കണം. മൂത്തില്ലെങ്കിൽ നമ്മുടെ ആ ഒരു പച്ച ചുവയ്ക്കും. അപ്പോൾ അത് കാരണം കുറച്ച് സമയം എടുത്ത് നല്ലോണം അങ്ങോട്ട് മൂപ്പിച്ചെടുക്കാം. നല്ലോണം അത് മൂപ്പിച്ചെടുത്ത് നല്ലോണം ഇളക്കി വന്നിട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ബീഫ് ഇപ്പം നമ്മൾ കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ കുറച്ച് അതിൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ അത് എടുത്ത് ഇതിലോട്ട് ഒഴിക്കുവാണേ. അപ്പോൾ അതും കൂടി ഇട്ട് ഒഴിക്കുമ്പോഴത്തേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അതിനാണ്. ഇനി നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന മുഴുവൻ ബീഫിനെയും കൂടെ നമ്മളെടുത്ത് ഈ വലിയ കുക്കറിലോട്ടങ്ങ് തട്ടി കുറച്ച് മല്ലിയില ഇട്ടു, കുറച്ച് നമ്മുടെ കറിവേപ്പില ഇട്ടു, പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു. ഇനി ഇത് നല്ലോണം അവിടെ കിടന്ന് ഒന്ന് വെന്ത് ഒന്ന് വിസിൽ വരട്ടെ. അപ്പോഴത്തേക്കിന് നമുക്ക് നല്ല കപ്പ അമ്മ അരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അരിഞ്ഞ് വെച്ച കപ്പയെ നല്ലോണം കഴുകി നമുക്കിനി ഇതങ്ങ് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ വേവിക്കാനായിട്ട് വെക്കുമ്പം നമ്മൾ വെള്ളം നല്ലോണം തിളച്ച്, കപ്പ വേവിക്കാനൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും പറയുവാണ്, വെള്ളം നല്ലോണം തിളച്ച് കഴിഞ്ഞിട്ട് അതിലോട്ടാണ് നമ്മൾ ഈ കപ്പ ഇടുന്നത്. കപ്പ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇടണം. ഉപ്പും കൂടി ഇട്ട് കപ്പ നല്ലോണം വെന്ത് വരണം. ഈ കപ്പ ബിരിയാണിക്ക് ഉള്ള കപ്പ എന്ന് പറയുമ്പോൾ നല്ലോണം വെന്ത് ഉടഞ്ഞ് വരണം. അപ്പോൾ ഇത് നന്നായിട്ട് വേവട്ടെ. അപ്പോൾ ഇത് വെന്തോ എന്നുള്ള പാകം അറിയുന്നത് നമ്മുടെ കപ്പ ഇങ്ങനെ വെടിച്ച് കീറി വരാൻ തുടങ്ങും. അപ്പോഴാണ് ഇത് വെന്ത് തുടങ്ങുന്നത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം നല്ലോണം വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിനെ ഊറ്റിയിടുക എന്ന് തന്നെയല്ലേ പറയുന്നത്. ചിലയിടത്ത് തന്നെ വാർത്തിടുക എന്നും പറയും. ഇത് നമ്മൾ ഊറ്റിയിടുന്നു. അപ്പോൾ ഊറ്റിയിട്ട് അതവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പം നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം. അപ്പോൾ നമ്മൾ ഒരു ചീൻചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു. ഇനി നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും പിന്നെ ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കണം. തേങ്ങ നല്ലോണം മൂത്ത് വരണേ. അപ്പം തേങ്ങ മൂത്ത് വന്നിട്ട് നമുക്ക് ആ തേങ്ങനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മുടെ ഈ വലിയ കുക്കറിൽ ഇരുന്ന ബീഫുണ്ടല്ലോ, ആ ബീഫ് നല്ലോണം ആയിട്ടുണ്ട്. ഇനി ഈ ബീഫിനെ നമുക്ക് എടുത്ത് ഈ ചട്ടിയിലോട്ട് ഇടാമേ. അപ്പം ആ ബീഫ് നല്ലോണം ചാറോടുകൂടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി
കുറച്ച് വേറൊരു പാൻ വെച്ച് അതിലോട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് തേങ്ങ നമ്മൾ കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ തേങ്ങേനെയും കൂടെ ഒന്ന് വറുത്തെടുക്കാം. ഈ തേങ്ങയും കൂടി ഈ ബീഫിൻ്റെ അകത്തിടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ബീഫിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കപ്പേനെ എടുത്ത് ഇതിലോട്ട് ഇടുക എന്നാണ്. അപ്പോൾ നമ്മുടെ നല്ലോണം വെന്ത് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന കപ്പയുണ്ട്, അതിനെ ഒന്ന് കുഴച്ചിട്ട് ആ കുഴച്ച കപ്പേനെ എടുത്ത് നമ്മൾ ഈ ബീഫിൻ്റെ കൂട്ടിൻ്റെ മണ്ടയ്ക്കോട്ട് ഇടുവാണ്. അപ്പോൾ ഇട്ട് ഇനി നല്ലോണം ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി വരാവേ. അപ്പോൾ ഇപ്പം നമ്മൾ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് തേങ്ങയും പച്ചമുളകും പിന്നെ കറിവേപ്പിലയും കൂടെ, അതും കൂടെ നമ്മൾ ഇതിൻ്റെ മണ്ടയ്ക്കോട്ടിട്ട് ഇനി അടച്ചു വെച്ചിരുന്നു. ഞാൻ ഈ കപ്പ ബിരിയാണി ആദ്യമായിട്ട് എപ്പോഴാണ് കഴിക്കുന്നതെന്നറിയുമോ? അത് ഞാൻ ബോംബെയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മാഹിമിൽ ഹോസ്റ്റലിലായിരുന്നു ഞങ്ങൾ നിൽക്കുന്നത്. അവിടെ അൽമദീന എന്ന് പറയുന്നൊരു ഹോട്ടലുണ്ട്, മലയാളി ഹോട്ടലാണ്. അവിടെ നല്ല അടിപൊളി കപ്പ ബിരിയാണി കിട്ടും. കപ്പ ബിരിയാണി അച്ചാറും പിന്നെ ഞങ്ങൾ കോമ്പിനേഷനായിട്ട് ചില സമയത്ത് മാന്തൾ മീനില്ലേ അത് വറുത്തതും കൂടെ വാങ്ങിക്കും. അടിപൊളിയാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ കപ്പ ബിരിയാണി കഴിക്കുന്നത്. പിന്നെ നാട്ടിൽ വന്നിട്ടൊക്കെ ഞാൻ അങ്ങനെ കഴിച്ചിട്ടുണ്ട്. അതിന് മുന്നേ കഴിച്ചിട്ടില്ല. അപ്പം അതെനിക്കെപ്പോഴും ഒരു ഓർമ്മയാണ്. കപ്പ ബിരിയാണിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാം ബോംബെയിലെ അൽമദീന ഹോട്ടലും അവിടുത്തെ കപ്പ ബിരിയാണിയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ ഇപ്പം നമ്മുടെ കപ്പ ബിരിയാണി ഏകദേശം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം അതിനെ കുഴച്ച് ഇളക്കി കൊടുത്ത് ഇപ്പം നമ്മുടെ നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കപ്പ ബിരിയാണി ഇവിടെ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പാത്രത്തിലോട്ട് മാറ്റി നല്ലോണം ഒരു അച്ചാറൊക്കെ കൂട്ടി അങ്ങ് കഴിക്കാം അല്ലേ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇടുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.